ആ സമയം ഇടത്തെ വഴിയിലെ ഒരു റൂമിൽ നിന്നും 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ നടന്നു വന്നു. ആ റാന്തൽ വെളിച്ചത്തിൽ അവളുടെ പാതി പറഞ്ഞ മുഖം അവൻ വ്യക്തമായി കണ്ടു. തിളങ്ങുന്ന കണ്ണുകൾ അത് തന്നെ നോക്കി തൻ്റെ അടുക്കലേക്ക് വരുന്നു. അവൾ അയാളുടെ കണ്ണുകളിൽ ഒരു നോട്ടമെറിഞ്ഞു നടന്നു നീങ്ങി. അവൻ്റെ തൊണ്ട ഇടറിയ പോലെ. അവനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അവൾ മറയുന്നതുവരെ അവൻ അവളെ നോക്കി നിന്നു. ആ നിശ്ചലതയിൽ നിന്നും മോചിതനായ ശേഷം അവൾ വന്ന റൂമിനടുത്തേക്ക് ചെന്നു. ഇടവഴികളെല്ലാം ഇരുട്ട് നിറഞ്ഞതാണെങ്കിലും ആ റൂമിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അവിടെ ഇവിടങ്ങളായുള്ള ചെറിയ ദ്വാരങ്ങളിൽ നിന്നും ഇരുട്ട് നിറഞ്ഞ ആ കാട്ടിൽ നിന്നും സൂര്യപ്രകാശം അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. 50-നും 60-നും മുകളിൽ പ്രായം തോന്നിക്കുന്ന കുറേ പേർ. അവരുടെ മേശകളിൽ മുകളിൽ ഒന്നിനൊന്നായി കുറേ വലിയ പുസ്തകങ്ങൾ. ചിലർ എന്തൊക്കെയോ എഴുതുന്നു, മറ്റു ചിലർ പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കുന്നു. കുറച്ചു ദൂരം മാറി ഒരു 70-നോടടുത്ത് പ്രായമുള്ള ഒരാൾ തൻ്റെ കണ്ണടകൾക്കിടയിലൂടെ അയാളെ നോക്കി കൈ നീട്ടി അടുക്കിലേക്ക് വിളിച്ചു. എന്തു വേണം? അയാൾ തൻ്റെ കസേരയിൽ ചാരിയിരുന്നു ചോദിച്ചു. ഞാൻ എറിക് റോവൻ. അയാൾ കീശയിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്ത് ആ വൃദ്ധന് നേരെ നീട്ടി.